ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാംഗ്ലൂരിൽ നിന്നില്ലേ നാട്ടിൽ വന്നിട്ടുള്ള കേട്ടോ. അതിൻ്റെ ഹാപ്പിയിലാണ്. ഒരു ആഴ്ച ഉണ്ടാവും ഞാൻ കേട്ടോ, അത്രയും ഉണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അനിയത്തിയാണ്, അനിയത്തിയുണ്ട്. അനിയത്തിക്കാണ് വീട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കണ്ണൂർ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ വീടൊക്കെ വേഗം മക്കൾക്കൊക്കെ കൊടുക്കും. അപ്പോൾ എൻ്റെ വീട് ഞാൻ കുറച്ച് അപ്പുറത്ത് നല്ല വീട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ക്യാമറ ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ടാണ് അത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് വന്നാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കത്തില്ല, കാരണം എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട് കാണിക്കുകയാണ്. നമ്മൾ റോഡിലാണ് വീട്. നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലം കേട്ടോ. വയലുണ്ട് കുറച്ചപ്പുറത്ത് തന്നെ. നല്ല കാറ്റുള്ള ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും പറയും എന്തൊരു നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണെന്ന് പറയും. അങ്ങനെ ഉള്ളൊരു നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കുറച്ച് കാണിച്ചു തരാം ഞാൻ കേട്ടോ. പിന്നെ ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുറേ പോയി, അമ്മക്ക് വയസ്സായി, അങ്ങനെ പറ്റുന്നില്ല ചെയ്യാനൊന്നും. ഇതാണേ വീട്. ആദ്യം നമുക്ക് ഒരു നില വീടായിരുന്നേ, തറവാട്. നമ്മൾ പൊളിച്ചിട്ടും എടുത്താണ് കേട്ടോ. അത് അനിയത്തി മേലെയെടുത്ത് കുറച്ച് ഇന്നോവേഷനൊക്കെ ചെയ്ത് അവൾ മേലെയെടുത്തു കേട്ടോ. അവൾക്ക് കൊടുത്തപ്പോൾ അവൾ മേലെയെടുത്തു. അങ്ങനെയാണേ. എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ് ലോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഒറ്റയ്ക്ക് പോയി നിൽക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണേ. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം. രാത്രിയൊക്കെ ഒരു പൊറോട്ടയും ചിക്കനോ അല്ലെങ്കിൽ പത്തിരിയോ എന്തൊക്കെ ഉണ്ടാക്കണം. ഇതുണ്ടോ, മാവൊക്കെ പൂത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മാംഗോസ്റ്റീൻ, അതിൻ്റെ ഒരു ചെറിയ ഞാൻ ഷോർട്ട്സ് എടുത്ത് തരാം കേട്ടോ. മാംഗോസ്റ്റീൻ കണ്ടിട്ടുണ്ടോ എല്ലാവരും? അതൊക്കെ നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. കുറേ കായ് ഉണ്ടാകാൻ ആയിട്ടുണ്ട്. നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണേ വീട്ടിലെ ഹോളൊക്കെ. ഇനി അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ പോയിട്ട് നമുക്ക് നമ്മളെ പണി തുടങ്ങാം. പിന്നെ ഇതൊരു വലിയ കിച്ചൺ വ്ളോഗ് എന്നൊന്നും പറയാനില്ല, ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ നാടും എൻ്റെ വീടും ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗാണേ. അപ്പോൾ നമുക്ക് മീൻ ഇതാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ തണ്ടാന്ന് പറയും. ഈ മീൻ കൊണ്ടുവന്ന ആൾ എന്തോ പറഞ്ഞിട്ടുണ്ട് പേര് കേട്ടോ, അത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ നമ്മളൊരു പച്ചക്കായ, നേന്ത്രക്കായുടെ കാളൻ വെക്കുന്നുണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഒരു നമ്മുടെ പപ്പായേനെ കൊണ്ട് ഒരു ഓലനും പിന്നെ മീൻ ഫ്രൈ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വീഡിയോ അധികം ലോങ് ആകുമ്പോൾ നിങ്ങൾ കാണുമോ? ഞാൻ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ വളരെ പുതിയതാണ്, ഇപ്പോൾ അടുത്ത് ഞാൻ ചെയ്ത ചാനലാണ്. അതുകൊണ്ട് റീച്ച് കുറവാണ്. എന്നാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് തന്നെ വൈറലാക്കി തന്നാൽ നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം നമുക്ക് മീൻ ഞാൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇരിക്കാനൊക്കെ കുറച്ച് പാടാണ്. പാടെന്ന് പറഞ്ഞാൽ കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല, പക്ഷേ ഇപ്പം നടുവേദന ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അനിയത്തിക്ക് അവൾ വേറെ എന്തൊക്കെയോ ചെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഇത് കുറച്ച് പാടാണ്, കാരണം ഇതിന് ഇഷ്ടം പോലെ ചെളുക്കിയാണേ, അത് പോകുന്നേയില്ല. നല്ല പുതിയ മീനായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പോകാത്തത്. അതൊക്കെ കട്ട് ചെയ്ത് നാട്ടിലാകുമ്പോൾ ഇതാണ് സൗകര്യം. നമുക്ക് മീനൊക്കെ കട്ട് ചെയ്യാനും ഇതാക്കാനൊക്കെ പുറത്ത് നല്ല സ്ഥലം ഉണ്ടാവില്ലേ. ഫ്ലാറ്റിലാകുമ്പോൾ എല്ലാം അടുക്കളേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യണം. ഇഷ്ടമല്ല എനിക്ക് വരുന്നത്. അപ്പോൾ നാട്ടിൽ ഇനിയിപ്പം അടുത്ത മാസം എൻ്റെ ഹസ്ബൻഡിൻ്റെ റിട്ടയർമെൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ വന്ന് സെറ്റിലാവും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എൻ്റെ വീഡിയോസ് കാണാം കേട്ടോ. വീട്ടിലെ കാര്യങ്ങളും എൻ്റെ നാടും വീടും ഒക്കെ കാണിക്കാൻ കേട്ടോ. അപ്പം പിന്നെ നാട്ടിലൊരു ഉത്സവം ഉണ്ട് അടുത്ത മാസം, അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാകും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ മീനൊക്കെ കഴുകി, പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായേ, അത് കഴുകണം. അതൊക്കെ ഞാൻ അപ്പം മീൻ കഴുകുമ്പോൾ തന്നെ ഞാൻ കഴുകാമെന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ ചെയ്യുന്ന ഇഷ്ടം കേട്ടോ. കാരണം നാട്ടിൽ നിൽക്കാത്തത് കൊണ്ടേ, 26 വർഷമായിട്ട് അന്യനാട്ടിലായതുകൊണ്ട് നാട് വലിയ ഒരു ഭയങ്കര നമുക്ക് ഫീലിംഗ് ആണ് കേട്ടോ. മിസ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ കുട്ടികളെ പഠിപ്പ്, പിന്നെ നമ്മളെല്ലാം നോക്കണമല്ലോ. നാട്ടിൽ നിന്ന് കുട്ടികളെ പഠിപ്പ് നോക്കാണ്ടെന്നാൽ അതും പ്രശ്നമാണ്. അവരിപ്പം രണ്ടാളും ജോലി ആയതുകൊണ്ട് ആ ഒരു സമാധാനമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നടന്നു. അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് തിരിച്ചു വരാനും വലിയ പാടില്ല. അപ്പോൾ നമുക്ക് ഒരു കബാബ് ഉണ്ടാക്കണം. കബാബ് ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ നമ്മുടെ കോൺഫ്ലവർ പൗഡർ കൊണ്ടാണ്, പൊടിയൊന്നും ഉപയോഗിക്കാറില്ല. മുളക് പൊടിയും കോൺഫ്ലവർ പൗഡറും കുറച്ച് തൈരും നാരങ്ങ നീരും മുട്ടയുടെ വെള്ളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതൊക്കെ ഇട്ടൊന്ന് ഒരു 10-20 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് വറുത്തെടുക്കണേ. ഇതൊന്നും ഡീറ്റെയിലൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഒരു ചുമ്മാ നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന് വെച്ചൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലവർ പൗഡർ ഈ വാങ്ങുന്ന മസാലയില്ലേ, അത് എന്ത് മസാലയാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ.
എത്രമാത്രം കെമിക്കൽ അതിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ മക്കൾ ബാംഗ്ലൂർ ഉണ്ടാകുന്ന സമയത്ത് ആ മസാല വാങ്ങാണ്ട് തന്നെ സമ്മതിക്കത്തില്ല ഇങ്ങനെ ഉണ്ടാക്കാൻ. പക്ഷെ ഞാൻ അവരോട് പറയാം ആ മസാല ഇട്ടിനെന്നും പറഞ്ഞ് ഞാൻ അവരോട് നുണ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കോൺഫ്ലവർ പൗഡർ കൊണ്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ. കാരണം ഇതൊക്കെ ഭയങ്കര കെമിക്കലാണ്, കണ്ടാലേ അറിയാം പൊടി എന്താണെന്ന് എനിക്കറിയില്ല. ഡബിൾ ഹോൾസിൻ്റെ വരെ ഉണ്ട്, പക്ഷേ എല്ലാം എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, എങ്ങനെയാണിത് എന്നും അറിയില്ല. അപ്പോൾ ഞാനത് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വറക്കുന്നൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും നമ്മുടെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി പേസ്റ്റും പിന്നെ ഇത്രയൊക്കെ ഇട്ടിട്ടൊന്ന് 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കണം കേട്ടോ. അത് ചെറുങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അടുപ്പിൽ നമ്മൾ ചീനച്ചട്ടി വെച്ച് 2-3 ഉള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് 2 തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റിയെടുത്തിട്ട് ഈ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ഉണ്ടല്ലോ അതും കൂടിയിട്ട് നല്ലോണം സിമ്മിൽ ചൂടുവെള്ളം എടുത്തിട്ട് വേവിക്കുക കേട്ടോ. കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വേവിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് പിന്നെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് നല്ല ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ പിട്ട് ആയിരുന്നു രാവിലെ. അപ്പം അനിയത്തിയുടെ മോന് കുറച്ച് കറി കൊടുത്തിട്ടുണ്ടായി. അവൻ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നല്ല കറി കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉള്ളി നല്ലോണം വഴറ്റണം കേട്ടോ, അന്നേരം നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ വന്നതെന്ന് വെച്ചാൽ ചുമ്മാ വന്ന കേട്ടോ. കാരണം അടുത്ത മാസം ഹസ്ബൻഡ് വരുമ്പം പിന്നെ ആ പുതിയ വീട്ടിലാണ് നിൽക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് 5-6 ദിവസം ഇവിടെ താമസിക്കുക, എന്നിട്ട് പോകും, പിന്നെ ഇനി വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹസ്ബൻഡ് അവിടെ ഒറ്റക്കാവുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ് വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ അനിയത്തിയുടെ മോള് വലിയ സ്നേഹമാണ് എന്നോട്. അവളുടെ ഇടയ്ക്ക് ഇങ്ങനെ പറയും മൂത്ത വാകാന്ന് വെച്ചാൽ നമുക്ക് ആകെ രണ്ടാളും 4 ആൺകുട്ടികളാണ്, 3 ആൺകുട്ടികളാണ്. അങ്ങനെ എനിക്ക് 2 ആൺകുട്ടികൾ, അവൾക്ക് മൂത്തത് ആൺകുട്ടിയാണ്. അപ്പോൾ ആകെയുള്ളൊരു മോളാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ നമ്മുടെ പെറ്റായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവൾ വിളിച്ചാൽ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓടി വന്നതാണ് കേട്ടോ. ഒറ്റക്കാണ് ഞാൻ വന്നിട്ടുള്ളത്, ബസ്സിൽ ഒറ്റക്ക് വന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ പേടിയൊന്നുമില്ല, കാരണം ഞാൻ ആദ്യം ഒറ്റക്കൊക്കെ ട്രാവൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം ബസ്സിലാകുമ്പോൾ നമുക്ക് ട്രെയിൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ആ സൗമ്യ എന്ന് പറയുന്ന കുട്ടി മരിച്ച സമയം അതോടുകൂടി എനിക്ക് ഭയങ്കര പേടിയാണ് ട്രെയിന്. കാരണം വെച്ചാൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാവരും കഞ്ചാവിലല്ലേ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രെയിനിൽ പോകാറില്ല കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയായി കേട്ടോ. വൈകുന്നേരമാണ് കറി വൈകുന്നേരത്തേക്കാണ് കറി. അതിപ്പോഴത്തെ റെഡിയാക്കിയതെന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോയിട്ട് എൻ്റെ വീടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോ ഇടാം. വല്ലാണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണം. ബൈ.